കാണിക്കണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നാളെ ഞങ്ങള് നിർത്ത്. ഇവിടെ ഇൻട്രോ പറയാൻ വേണ്ടിട്ട് 2 പേരും അടി ബഹളം വെക്കല്ലേ വെച്ചോ, അത് മാറ്റ്. നാളെ നമ്മള് മൂകാംബിക പോവാണ്. നമ്മുടെ ജാനിക്കുട്ടീനെ എഴുത്തിനിരുത്താനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് നാളെ രാവിലെ പുലർച്ചെ ആവുമ്പോ ഇറങ്ങും. 3 മണിക്ക് എണീച്ച് റെഡി ആയിട്ട് നമ്മള് 4 മണിയാവുമ്പോ ഇറങ്ങണം. ഓക്കെ. അപ്പൊ ഞങ്ങള് ഇതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങി. കുറച്ചുകൂടി പാക്ക് ചെയ്യാണ്ട്. അപ്പൊ ഈ വീഡിയോയില് നമ്മൾ അവിടെ എത്തുന്ന വരെയുള്ള കുറച്ച് നമ്മുടെ യാത്ര. ഓക്കെ. നമ്മൾ എന്തായാലും 10 മണിക്കൂറുണ്ട് ഏകദേശം ഇവിടുന്ന്. നമുക്ക് നോക്കാം എപ്പോഴാ എത്താന്ന്. എന്തായാലും നിർത്തിയിട്ടാവുമല്ലോ പോണ്ടാവുക. അപ്പൊ എല്ലാരും ഫുൾ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാണ്ട്. പെട്ടിയൊക്കെ പാക്ക് ചെയ്തു, എല്ലാം സെറ്റ് ആക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ടോ അമ്മ പാക്ക് ചെയ്യാൻ? അച്ഛൻ്റെ റെഡി, അച്ഛൻ പാക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു ബാക്ക് പാക്കും കൂടെ ആവും. ബാക്കിയൊക്കെ സെറ്റ്. ഓക്കെ. 3 മണിക്ക് അലാറം വെച്ചിട്ട് അത് ഓഫ് ആക്കിയിട്ട് 3:15 കേട്ടോ ഞാൻ എണീറ്റത്. എന്നാലും വല്ലാണ്ട് ലൈറ്റ് ഒന്നും ആയില്ല. പെട്ടെന്ന് തന്നെ കുളിച്ച് ഡ്രസ്സ് മാറി പൊന്നുനെ വിളിച്ചു. പൊന്നു കുളിച്ച് വന്നു. പൊന്നുന്റെ മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുക്കാണ് കേട്ടോ, മുടഞ്ഞിട്ട് കൊടുക്കാണ്. പൊന്നിന്റെ ഹെയർ നല്ല ഫ്രിസി ഹെയറാണ്. അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നോണ്ട് ആകെ ചട പിടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനത് കെട്ടിയിട്ട് ഒക്കെ റെഡിയാക്കി കൊടുക്കാണ്. അത് കഴിഞ്ഞപ്പോൾ അതാ ലച്ചുവിന്റെ റെഡിയാക്കി കൊടുത്തു. ലച്ചു പറഞ്ഞു എനിക്ക് പോണിറ്റെയിൽ കിട്ടിയാൽ മതി. പിന്നെ ലച്ചുവിന്റെ ഹെയർ വലിയ കുഴപ്പമില്ലാത്ത ഹെയർ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത പെട്ടിയൊക്കെ കാറിലേക്ക് എടുത്ത് വെക്കാണ്. ഒരുപാട് തവണ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മുടങ്ങിപ്പോയ ഒരു യാത്രയാണ് കേട്ടോ ഈ ഒരു മൂകാംബിക യാത്ര. എപ്പോൾ പ്ലാൻ ചെയ്താലും എന്തെങ്കിലും മുടക്കുണ്ടാവും. ഇപ്പോൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തതിന്റെ ഒരാഴ്ച മുന്നേ ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചത്. അപ്പൊ അത് അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ പെട്ടെന്നാണ് എല്ലാതും റെഡി ആയത്. അത് കാരണം എന്താ പറയുക, ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് അവിടെ എത്തണ വരെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഇനിയിപ്പോ യാത്ര മുടങ്ങുമോ അങ്ങനെയൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ലാതെ നമ്മള് അവിടെ എത്തി. നല്ല സുഖമായിട്ട് ഉറങ്ങിയിരുന്നു. പോകുന്ന വഴിക്ക് ഏട്ടൻ എന്താ ഡീസലൊക്കെ അടിക്കാൻ വേണ്ടി കയറി. പിന്നെ പൊന്നുള്ളി ചൊറക്ക് ഒക്കെ ഉറങ്ങി എഴുന്നേറ്റു. ഇതാ ജാനിക്കുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അപ്പൊ എഴുന്നേറ്റ് വഴിക്ക് അവൾക്ക് ചെറിയൊരു വാശി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ ഓക്കെ ആക്കി കൊടുത്തു. അവളെ ഒന്ന് ഹാപ്പി ആക്കി പിന്നിലേക്ക് പൊന്നുണ്ടിയും ലിച്ചുണ്ടിയും കയ്യിൽ കൊടുത്തു. ഞങ്ങള് 4:45 ഇറങ്ങി. ഇപ്പൊ സമയം 6:30 ആയിട്ടുണ്ട്. 6:37. പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിക്ക. ജാമ്പി കൈ കൊടുക്കും, ഇവിടെ എടുക്കും. ഫുൾ ടൈം ജാനിക്കുട്ടീനെ എടുത്തിരിക്കേണ്ട ആവശ്യം വരാറില്ല കേട്ടോ. പൊന്നും ലച്ചും ബാക്കിലേക്ക് കൊണ്ടുപോകും. ഉണ്ണിനെ കുറച്ചു നേരം അവരെ മടിയിലൊക്കെ ഇരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്കൊരു ബ്രേക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജാനിക്കുട്ടി കുറച്ചു നേരം ചേച്ചിമാരുടെ അടുത്തിരിക്കും, കുറച്ച് എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ മാഹിയിലെത്തിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ വേണ്ടി കയറി. അപ്പം അതിനിടയിൽ ജാനിക്കുട്ടിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്. അപ്പോൾ ഫ്രഷ് ജ്യൂസ് കിട്ടാൻ യാതൊരു വഴിയില്ല. അവളാണെങ്കിൽ വാശി പിടിച്ചുകൊണ്ടിരിക്കുക, വിശക്കുണ്ട് തോന്നണേ. അപ്പം നമ്മൾ കൊണ്ടുപോയ സ്നാക്സ് ഒന്നും ആള് കഴിക്കണില്ല. അവൾക്ക് ജ്യൂസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛാ ജ്യൂസ് ജ്യൂസ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഏട്ടൻ ചെറിയൊരു കട നോക്കിയിട്ട് അവിടെ പോയി ഇറങ്ങിയിട്ട് ജ്യൂസൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. ജാനിക്കുട്ടിക്ക് മാത്രല്ല കേട്ടാ, എല്ലാവർക്കും വിഷം തുടങ്ങി. ഒരു കാലി ചായയെങ്കിലും കുടിക്കണം എന്നുള്ളൊരു ഇതായി തുടങ്ങി. അപ്പൊ പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ അപ്പൊ റെസ്റ്റോറന്റ് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റെസ്റ്റോറന്റ് ഒന്നും കണ്ടില്ല, നമ്മുടെ മനസ്സിന് തൃപ്തി തോന്നുന്ന റെസ്റ്റോറന്റ് ഒന്നും കണ്ടില്ല.
പിന്നെ എന്താണ്, നമുക്ക് ഫ്രഷ് ആവണം, ജാനിക്കുട്ടീനെ ഫ്രഷ് ആക്കണം, വിശന്ന് തുടങ്ങി. അപ്പൊ ഏട്ടൻ എന്തായാലും തൽക്കാലത്തിന് എല്ലാവർക്കും ജ്യൂസ് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അച്ഛനും മോളും കൂടിയിട്ട് ജ്യൂസൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. പിള്ളേരൊക്കെ അതൊക്കെ കുടിച്ചു. വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഡ്രൈവ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ദൂരമൊക്കെ ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെ പോവാറുണ്ട്. കാറിൽ നിർത്തി നിർത്തി ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പോവാറ്. അപ്പോൾ ഈ പിള്ളേർക്കായാലും ഇതൊക്കെ ശീലമാണ്. വലിയ ബുദ്ധിമുട്ട് അവർക്ക് തോന്നാറില്ല. അങ്ങനെ വോമിറ്റിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ട്രിപ്പ് പോവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ട് ഒരു മാളിന്റെ ഉള്ളിലത്തെ റെസ്റ്റോറൻറ്റിലേക്കാട്ടോ നമ്മൾ എത്തിയത്. ഹോട്ടൽ രാസാവതി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മാൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ കയറി ഞങ്ങളിതാ ചൂട് ദോശയും കോഫിയും വടയും ഒക്കെ കഴിച്ചു. എല്ലാവരുടെ വിശപ്പ് മാറ്റി ഒന്ന് ഫ്രഷായി കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആയിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. അപ്പൊ ലച്ചുവിന്റെ അടുത്തുനിന്ന് മാത്രമാണ് ഉണ്ണി കഴിക്കുന്നത്. ഞാൻ വാരി കൊടുക്കുമ്പോഴൊന്നും ഉണ്ണി കഴിക്കാൻ കൂട്ടാക്കണില്ല. ലച്ചു തന്നാ മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ലച്ചുവാണ് ആ നേരത്തെ ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിരുന്നു കേട്ടാ. അപ്പൊ എനിക്കും സമാധാനമായി. ഞാനും അപ്പൊ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളിതാ കണ്ണൂരെത്തി. കണ്ണൂരെത്തിയപ്പോ ഏട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണ് കണ്ണൂര്. അല്ല സോറി, കണ്ണൂരല്ല, കാസർഗോഡ് കേട്ടോ. നമ്മൾ കാസർഗോഡ് എത്തിയപ്പോ അങ്ങനെ കാസർഗോഡ് ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ആള് നമുക്ക് ജ്യൂസും പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. ആളൊരു ബാഗും കൊടുത്തു കേട്ടോ പൊന്നൂന്. ആൾക്ക് അങ്ങനെ ഒരു ഷോപ്പുണ്ട്, ബാഗിന്റെ ഒക്കെ ഷോപ്പുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഒരു ബാഗും കൊടുത്തു. പൊന്നു ഹാപ്പി. അങ്ങനെ അതാ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ഞാൻ ബാക്കിലേക്ക് ഇരുന്നു കേട്ടോ. എനിക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലേക്ക് ഇരുന്നു. അപ്പൊ അതാ പൊന്നും ജാനിക്കുട്ടിയും കൂടി സൈഡിൽ പില്ലൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കാണ്. നമ്മള് പൈനാപ്പിൾ ജ്യൂസും ഫലൂഡയും കഴിച്ചത്. അപ്പൊ പിന്നെ കുറച്ച് ഉച്ചത്തെ വിശപ്പിന് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ള, ഉടുപ്പിയിൽ എത്തിരി കഴിക്കാം എന്നുള്ള പ്ലാനായി. അങ്ങനെ ഉടുപ്പി എത്തി. ഉടുപ്പി ഈ ട്രോളിന്റെ സൈഡിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്. അപ്പൊ അവിടെ കയറി നിങ്ങളൊന്ന് ഫ്രഷ് ആയി, ഉണ്ണീനെയും ഫ്രഷ് ആക്കി. എന്നിട്ട് നമ്മൾ ഉടുപ്പിയിലുള്ള ഒരു ഹോട്ടലിൽ കയറി. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോണ കാരണം നമ്മൾ ഫുള്ള് ഇന്ന് വെജിറ്റേറിയൻ ആണല്ലോ. അപ്പൊ ഈ ഒരു ടൊമാറ്റോ സൂപ്പാണ് ആദ്യം ഓർഡർ ചെയ്തത്. അതൊരു വായ വെക്കാൻ കൊള്ളുണ്ടായിരുന്നില്ല, ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തത്. ഞങ്ങള് നോർത്ത് ഇന്ത്യൻ താലിയാട്ടോ ഓർഡർ ചെയ്തത്. അപ്പൊ ഒരു താലി സത്യം പറഞ്ഞാൽ രണ്ടാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. പൊന്നും ലക്ഷം കൂടിയിട്ട് അത് 50 ആക്കി കഴിച്ചു. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു താലി ഫുള്ള് കഴിച്ചപ്പോ എന്റെ വയറ് ഫുള്ളായിട്ടോ. എനിക്കാണെങ്കിൽ ദൈവമേ എന്റെ തടി കൂടുള്ളൂ എന്നുള്ള ടെൻഷനായിരുന്നു. പിന്നെ അതാ പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു അവിടുത്തെ. ഈ ഒരു കഫേയിലത്തെയാണ് കേട്ടോ, ഉടുപ്പി കഫേ റെസ്റ്റോറന്റ് പറഞ്ഞ. അത് നല്ലൊരു കഫേ ആയിരുന്നു. ഞങ്ങള് കേറുമ്പോ തന്നെ അവിടെ നല്ല സ്വീറ്റ്സ് ഒക്കെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ കേറുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്വീറ്റ്സ് ഒക്കെ നമുക്ക് മേടിച്ച് കഴിക്കണമെന്ന്. പക്ഷെ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോ നമുക്ക് ആർക്കും വേണ്ട, വയറ് ഫുള്ളായി. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജാനിക്കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ. ഇനി 38 മിനിറ്റ് കൂടി ഉണ്ട്. 29 കിലോമീറ്റർ ഉണ്ട്. ഇരുന്ന് ഒരു വിധായി, മുഖമൊക്കെ ഡ്രൈ ആയി. കുറച്ച് ഉറങ്ങിയിട്ടാ. ഏട്ടന് പുറം വേനിക്കുണ്ട്, തണ്ടൽ വേനിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിള്ളേര് കാര്യം ഇറക്കം കഴിഞ്ഞ് ജാനിക്കുട്ടി ഇതാ അവിടെ ഇറങ്ങണോ. ആകെ ഡ്രൈ ആയിരിക്കണം. നമ്മൾ ഓൾമോസ്റ്റ് അമ്പലത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു റോഡ് ഉണ്ട്. അപ്പൊ അത് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പൊ പോകുന്ന വഴിക്ക് കുരങ്ങന്മാരെ കണ്ടു. വേറെ അനിമൽസ് ഉണ്ട് എന്നുള്ള ബോർഡൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ വേറെ ഒന്നും കണ്ടില്ല, കുരങ്ങന്മാരെ കണ്ടു. അങ്ങനെ ഏട്ടൻ അവിടുത്തെ ഒരു ATM ഇറങ്ങി കാശ് എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ ഞങ്ങൾക്ക് ലോലിപോപ്പ് ഒക്കെ മേടിച്ചു വന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ലോലിപോപ്പ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാണ്. എത്താറായി എന്നുള്ള സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കാണ് കേട്ടാ. അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടാ. ഞങ്ങളുടെ തൊട്ട് മുന്നിൽ തന്നെ ഒരു മരം ഒരു വണ്ടിയുടെ മുകളിലേക്ക് വീണു. ഞങ്ങളൊക്കെ പേടിച്ചു. പക്ഷെ അവർക്ക് വലിയ അപകടമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാണുന്ന ലോറിയുടെ മുന്നിലേക്കാണ് മരം വീണത്. അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് മിസ്. ഞങ്ങളത് തൊട്ട് മുന്നുണ്ട്.
അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ നമ്മുടെ മൂകാംബിക അമ്മയുടെ കവാടം, കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ കവാടം നമ്മൾ പാസ് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഒരു സമാധാനമായിട്ട് എനിക്ക് ഈശ്വര മുടക്കൊന്നും കൂടാതെ എത്തിയല്ലോ എന്നുള്ളൊരു ആശ്വാസമായി. ഇത് അമ്പലത്തിന്റെ ബാക്ക് ഭാഗമാണ്. ഇവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് വന്ന് ചേരുക. അമ്പലത്തിന്റെ ചുറ്റും നല്ല നല്ല ഹോട്ടൽസ് ഉണ്ട്. അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. നമ്മൾ വേഗം തന്നെ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു, കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു. 2 പ്രാവശ്യം നമുക്ക് നടയിൽ കയറി തൊഴാനുള്ള ഭാഗ്യം കിട്ടിയിട്ടോ. വർക്കിംഗ് ഡേ ആയ കാരണം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ തൊട്ടടുത്ത് തന്നെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോയി. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 വീഡിയോയില് ജാനിക്കുട്ടീനെ എഴുത്തിനിരുത്തുന്നതും അമ്പലത്തിനുള്ളിലെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.